ഈസ്റ്റ് ഇന്ത്യൻ ചെമ്മീൻ കറി നിങ്ങൾ ഉണ്ടാക്കട്ടെ, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഒരു സ്പെഷ്യൽ ചെമ്മീൻ കറി വയ്ക്കുകയാണ്. അതായത് ഈസ്റ്റ് ഇന്ത്യൻ ചെമ്മീൻ കറി. ഒരു 60 കൊല്ലങ്ങൾക്ക് മീതിയുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോഴുള്ള ആർക്കും അത് അറിയണമെന്നില്ല. അത് നമ്മൾ തപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല കേട്ടോ ഈ ടൈപ്പ് സാധനം. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചെമ്മീൻ, നല്ല വലിപ്പമുള്ള ചെമ്മീൻ ഒരു 200 ഗ്രാമിന് മീതെ നല്ല വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ ഞാരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ 250 ഗ്രാം. അപ്പോൾ ആദ്യം തന്നെ ഇത് വേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അടുപ്പിൽ തീ കത്തിച്ചു. കത്തിയിലാണ് ഗ്യാസ് കഴിഞ്ഞിരുത്തേ കത്തി. ചെമ്മീൻ ആദ്യം വേവിക്കാൻ പോകട്ടാ. ചെമ്മീൻ വേവിക്കാനായിട്ട് വളരെ എളുപ്പമുള്ള പണിയാണെന്ന് നിങ്ങൾക്കറിയാലോ. ചെമ്മീൻ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതിയിട്ട് ചെമ്മീനിൽ. ഇതിന് വെള്ളം ഇറങ്ങും, എന്നാലും നമ്മൾ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തീ ഉപ്പിടണം. ഒന്ന് ഇളക്കണം. പെട്ടെന്ന് വേവും. മൂടി വയ്ക്കണമെങ്കിൽ മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. മിക്സിയിൽ ചാറെടുക്കുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ചേർക്കാൻ പോണ്. ഇതേ ഒരു 3 മുളക്, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, ഇതരയ്ക്കാനാണ് കേട്ടോ. പിന്നെ ഉണക്കമല്ലി ഒരു 2.5 ടീസ്പൂൺ, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കറുവപ്പട്ട, ഒരു 4 കരയാമ്പൂ, ഇതൊക്കെ ഇരിക്കുന്നു കേട്ടോ. മിക്സിയിൽ ജാറിലേക്ക് ഇടുന്നു. പിന്നെ ഒരു 3-4 ടീസ്പൂൺ നാളികേരം ചരിക്കിയത് ഇതിരിക്കുന്നു. ഒരു 1/2 കപ്പ് നാളികേരം എന്ന് വിചാരിച്ചോ. 1/2 ടീസ്പൂൺ കടുക് ഇതിലിടുന്നു കേട്ടോ. 1/4 ടീസ്പൂണിനേക്കാളധികം മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായി അരച്ചു കൊണ്ടുവരാം. മിക്സിയിലൊന്ന് അരച്ചു കൊണ്ടുവരാം. അരച്ചിട്ട് തരാം. അപ്പോഴേക്ക് ഇത് വേവും. വേറായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും വെന്തുണ്ടാവും. പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. അധികം നേരം ഇടരുത്, റബ്ബർ പോലെയാവും ചെമ്മീൻ. നമ്മുടെ ആ ചെമ്മീൻ വെന്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്താൽ നമ്മളിത് അരച്ച് കൊണ്ടുവന്നിട്ട് അരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വല്പം വെള്ളം ചേർത്തിട്ട് അരച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അരയില്ല. നമ്മൾ അളവ് കുറവല്ലോ. ജാറിൽ ഇത് ഇങ്ങനെ അരച്ച് കൊണ്ടുവന്നിട്ട് കേട്ടോ. ഇനി നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ പോകണം കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു. തീ കത്തിക്കുന്നു. 2 കാര്യങ്ങൾ ചെയ്യണം. ഇത് കുടംപുളിയാണ്. കുടംപുളി വെള്ളം ഇത്തിരി ചൂടാക്കിയ വെള്ളത്തിൽ കുടംപുളി ആവശ്യത്തിന് ഇട്ട് വയ്ക്കണം. പിന്നെ ഇത് ഒരു മുറി, ഒരു നാളികേരത്തിൻ്റെ പകുതി നാളികേരം എടുത്തിട്ട് അതിൻ്റെ നാളികേരം പാലാണ്. ഒറ്റ പാലാണ് എടുത്തിട്ടുള്ളൂ. അത് 2 ഗ്ലാസ് പാലിന് 2 കപ്പ് പാലുള്ള കേട്ടോ അടുത്ത് വയ്ക്കണം. പിന്നെ 2 സബോള അരിഞ്ഞ് വയ്ക്കണം. പിന്നെ വെളിച്ചെണ്ണ. നമ്മുടെ പാത്രം ചൂടായി. അപ്പോൾ നമ്മളിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ സവോളയില്ലേ, സവോളയിലത്തെ 2 സവോളയിൽ നിന്ന് എടുത്തോണം കേട്ടോ. അതിലത്തെ പകുതിയേക്കാളും ഇത്തിരി കൂടുതൽ സവോള ഇതിലിടണം. എന്നിട്ട് മൂപ്പിക്കുന്നു. അതിലെന്തിനെടുക്കണോ? എന്തിനെടുക്കണോ? ജഗുവിനെ നാളെ സ്കൂൾ കൂട്ടും. നാളെ ലാസ്റ്റ് പരീക്ഷയാണ്, സാമൂഹ്യം. നമ്മുടെ സബോള ബ്രൗൺ കളറായി. അപ്പോൾ നമ്മുടെ ഈ മസാല കൂട്ടില്ലേ, ഈ അരച്ച് വെച്ചത്, അത് ഇതിരിക്കില്ലാട്ടാ. തീയൊന്ന് സിമ്മിലിടാം.
ജഗോ ഒരു സ്വല്പം വെള്ളം എടുത്തോണേ. ഈ മസാലക്കൂട്ടിന് ഒരു പ്രത്യേകമാണ് കേട്ടോ. ഇതിന് നമ്മൾ ഇങ്ങനെ ഇതുവരെയായിട്ട് ചെയ്യാത്ത ഒരു കൂട്ടാണിത്. അപ്പോൾ വേണമെങ്കിൽ വെള്ളം കൊണ്ടുപോടാ. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർക്കാം ഈ സമയത്ത്. ഒരു ചെറിയൊരു കുഴമ്പ് പോലെയാവാനായിട്ട് 2 ടീസ്പൂൺ വെള്ളം കേട്ടോ. അധികം കൂടുതൽ പാടില്ല. നാഗ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറെ ഇപ്പോൾ ഒന്നുമല്ല. ഇനി നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇതിൻ്റെ പച്ചമണം പോകണം. അപ്പോൾ വെള്ളം പറ്റും. തീ ഇങ്ങനെ സിമ്മിലിട്ടിട്ട് ഇളക്കി മൂക്കണം കേട്ടത്. നമ്മുടെ മീൻ കുളത്തിലേ ഒരു ദിവസം വല മാറിയിട്ട് ഈ പൊന്മാൻ നമ്മുടെ കുറേ മീനുകൾ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇതിലത്തെ മീനുകളെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് ടാങ്ക് ഉള്ളിലത്തെ ഇതില്ലേ അക്വേറിയം ഫിഷ് അതിലേക്ക് കിട്ടും. ഇതിൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ കുളത്തിൽ നിന്ന് ഞാൻ കുറേ പിലോപ്പീനെയും വാളനും പിടിച്ചിട്ടു. അപ്പോൾ നമുക്ക് മീൻ കൂട്ടാൻ വയ്ക്കണമെങ്കിലും വറക്കണമെങ്കിലും ഇത് ഇതിന് കൈയോടെ പിടിച്ചാൽ മതി. കണ്ട ഒക്കെ ഇതില്ല. അപ്പോൾ ഒരു 10-25 വലിയ പിലോപ്പികളെയും 3-4 വാളനും ഇട്ടു. മൂത്ത് വരുന്നു. അപ്പോൾ ഈ മസാലയുടെ പച്ചകുത്ത് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് നമ്മളിലേക്ക് ഒഴിക്കുന്നു. ഇത് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുളി ഇറങ്ങി. അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ കൂട്ടാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 200 ഗ്രാം ഈ ചെമ്മീനിലേക്ക് ആപ്പാടി 3 മിളകാണ് ഉപയോഗിക്കുന്നത്. എരിവ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഉണ്ടാവും തോന്നില്ലധികം. പിന്നെ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കണില്ലല്ലോ. ഇനി ഇതിലേക്ക് നമ്മുടെ നാളികേരം പാല് ഒഴിക്കുന്നു കേട്ടോ. 2 കപ്പ് നാളികേരം പാല്. എന്നിട്ട് ഇളക്കണം. ഒരു പ്രത്യേക സൈസ് ചാറാണ് ഈ കൂട്ടാൻ. ഈ ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം. നമ്മൾ ചെമ്മീനിലേക്ക് ഉപ്പ് ചേർത്തു, പക്ഷേ ഇതിലേക്കുള്ള ഉപ്പ് തിരുവണി ചേർക്കണം. ഇത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇളക്കാം. ഇനി തിളയ്ക്കണം. ഇത് നന്നായി തിളക്കട്ടെ. നന്നായി തിളയ്ക്കാൻ മാത്രമല്ല ചെറുതായിട്ട് കുറുകും വേണം. തിളവരിന് കുറുകണം. നമ്മളിത് തിളച്ചു കേട്ടാ. സാധാരണ നമ്മൾ തിളച്ചപ്പോൾ തന്നെ ഇതിലേക്ക് ഈ ചാറിലേക്ക് മീൻ കഷ്ണം ഇടാണ് പതിവ് സാധാരണ രീതിയിൽ. പക്ഷേ ഇത് ചാറ് ഇത്തിരി കുറുകണം. എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ടുള്ള മീൻ. കാരണം നമ്മൾ മീൻ കഷ്ണം വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് മീൻ കഷ്ണം എന്ന് പറയുന്നത് ചെമ്മീൻ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. സാധനം കട്ടി തുടങ്ങി കേട്ടോ. ഒരു 3-4 മിനിറ്റ്. നല്ലപോലെ ചാറ് കുറുക്കിക്കണ്ട ഇങ്ങനെ. അപ്പോൾ നമുക്ക് തീ സിമ്മിലിട്ടിട്ട് നമ്മൾ കുറച്ച് സബോള മാറ്റി വെച്ചിട്ടുണ്ടല്ലേ അത് ഇതിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തത് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ചെമ്മീൻ അത് ഇടണം. അത് ചെമ്മീനിലത്തെ വെള്ളം കൂടിയിട്ടാണ്. നമ്മൾ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുള്ള കേട്ടോ. ഇനി നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് വയ്ക്കുന്നു. ഇനിയിത് പതുക്കെ സിമ്മിലിട്ടിട്ട് ചെറുതായിട്ട് ചാറ് കുറുകി വറ്റിച്ചിരുന്നു. അതാണല്ലോ സിമ്പിൾ പരിപാടി. സ്വല്പം ഉപ്പ് കൂടിയാവാം. പുളി ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്.
പുളി മറ്റോണായ കാരണം ശരിക്ക് എന്താ പറയുക, ചൂടുവെള്ളത്തിലാക്കിയ കാരണം ശരിക്കും ഇറങ്ങിയിട്ടുണ്ട് പുളി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മീൻ കൂട്ടാൻ സാധാരണ വെച്ചിട്ട് നമ്മൾ പറയില്ലേ പിറ്റേ ദിവസം മീൻ കൂട്ടാൻ രസമെന്ന്. സിമ്മിലിടുമ്പോൾ അങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്, എണ്ണയ്ക്ക് ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. കട്ടി വേണം നോക്കിയോ കേട്ടോ, ഇപ്പം ഇളക്കി നോക്കിയേക്കാം വെറുതെ പതുക്കെ. കട്ടി ഏകദേശം പാകത്തിനായി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇത് സാധനം ഇറക്കാം കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇറക്കാം, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇതിനെ എരിവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും എനിക്ക് തോന്നില്ല. 20 വെറൈറ്റി സാധനം. ഇത് ചോറിൽ കൂട്ടി കഴിക്കുന്ന സാധനമില്ലാന്ന് തോന്നുന്നു. ചപ്പാത്തി അങ്ങനത്തെ സാധനം ബ്രെഡിലേക്ക് കൂട്ടി കഴിക്കുന്ന സാധനമാണ് തോന്നുന്നു. കാരണം അത് അങ്ങനത്തെ ഒരു വെപ്പാണല്ലോ ഇതിൻ്റെ, എരിവില്ലാത്ത ടൈപ്പ്. നമ്മുടെ കൂട്ടാൻ സെറ്റായി. ഇതിൻ്റെ മുകളിൽ അധികം മിളകിൻ്റെ ഒന്നും തെളിഞ്ഞ് വരില്ല, പക്ഷെ നല്ലൊരു ഭംഗിയായി മാറിയത് കണ്ടാ. നമ്മൾ തീ ഓഫ് ചെയ്യണം, എന്നിട്ട് ഇതിനെ ഇറക്കി വെക്കണം. കാണപ്പല്ലേട്ടാ, നല്ല ഭംഗിൻ്റെ കൂട്ടാൻ. ഭംഗി ടേസ്റ്റ് എനിക്ക് അറിയില്ല ഇതെങ്ങനെയാന്ന്. സ്വല്പം ചോറ് എടുത്ത് പഠിച്ചാലോ? സ്വല്പം ചോറ് എടുത്തോണ്ടേ. നമുക്ക് എന്തെങ്കിലും ചോറാണ് നമ്മുടെ മെയിൻ സാധനം. ചപ്പാത്തിയും ബ്രെഡില്ല ഇവിടെ, അതുകൊണ്ട് ചോറ് കുറച്ച് നേരത്തെ ചോറുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പം ഞാൻ എനിക്ക് അധികം എടുക്കണില്ല. ഇനി നമ്മുടെ കൂട്ടാനിൽ നിന്ന് എത്തിയെടുക്കണം. ചൂടുണ്ട്. സാധാരണ മീൻ കൂട്ടാൻ കുറച്ച് സമയം പിടിക്കണം. ഇത് നമ്മുടെ ഇതിന് ടേസ്റ്റായി വരണമെങ്കിൽ ചോറ് കൂട്ടിയിടിക്കുക. എരിവാണ് ഒരു എരിവിൻ്റെ ഫീലൊന്നുമില്ല. പക്ഷേ ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റിയ ഇതല്ല. കാരണം നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ സബോള ഒരു കടിക്കലുണ്ട്. പറഞ്ഞ പോലെ ചപ്പാത്തിക്ക് ബ്രെഡിന് തന്നെ സൂപ്പർ സാധനമായിരിക്കും. ചാറിൻ്റെ ടേസ്റ്റിനെ ഞാൻ എങ്ങനെ പറയാം, എന്നെ എന്തിൻ്റെ ഒന്ന് പറയാ, പറയാൻ പറ്റില്ല. സബോള ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല രസമാണ്. ചെമ്മീൻ കഴിച്ചോടെ, ചൂട് 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 ചൂട്. സരിത വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇതിൻ്റെ ഒരു അഭിപ്രായം പറയാമായിരുന്നു ശരിക്കും കൂടുതലേ. അതെ, താങ്കൾക്കൊക്കെ ധൈര്യമായിട്ട് പടയ്ക്കാം. അരിവൊന്നും പിള്ളേർക്ക് ഇതല്ലല്ലോ. എനിക്ക് കൂടെ ഇഷ്ടപ്പെട്ടു, വെറൈറ്റി കൂടാനാ. കഴിക്കണം. ജവന് പരീക്ഷ അതിൻ്റെ എത്തുന്നതല്ല. ഒരു വെറൈറ്റി ചെമ്മീൻ കൂട്ടാനാണത്. വലിയ ചിലവൊന്നുമില്ല, നാളികേരത്തിൻ്റെ ചിലവ് മാത്രമേ ആയിട്ടുള്ളൂ. വേറെ ചെമ്മീൻ്റെ ചിലവ് കിട്ടാം. ഈസ്റ്റ് ഇന്ത്യൻ ചെമ്മീൻ കറി നിങ്ങൾ ഉണ്ടാക്കട്ടെ, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. അടിപൊളി സാധനമാണ്. ചപ്പാത്തിക്ക് ബ്രെഡിന് മിന്നിച്ചിട്ടുണ്ട്.